സജിത്ത് ജയിലിൽ നിന്ന് ആദ്യത്തെ തവണ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി, അതായത് ജാമ്യത്തിൽ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് തന്നെ ഉള്ള സ്വർണവും പണവുമായി ഭാര്യ കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടി പൊക്കളഞ്ഞു. ഭാര്യ കാമുകൻ്റെ ഒപ്പം പൊക്കളഞ്ഞു. പിന്നെ രമേശിൻ്റെ ഭാര്യ ഈ കൊലപാതകം നടന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട്ടിലേക്ക് മാറി താമസിച്ചു. അത് ഈ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ ഭീഷണി തുടർന്നാണെന്നാണ് പുറത്തു വന്ന കഥ, ഒരു ഭാഷ്യം. പിങ്കി എന്നാണ് രമേശിന്റെ ഭാര്യയുടെ പേര്. കൈക്കുഞ്ഞുമായി നാട് വിട്ടു. കൈക്കുഞ്ഞുമായി അവിടെ വെച്ച് അവിടെ പിന്നീട് തമിഴ്നാട്ടിലൊരു വിവാഹം ചെയ്ത് അവിടെ ജീവിക്കുകയാണ്. ഈ 100 കോടിയിൽ 95 കോടി കൊണ്ടുപോയത് ആരാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തവുമില്ല. കൊണ്ടുപോയത് ഈ പറയുന്ന സജിത്തിന്റെ ഭാര്യ ഒളിച്ചോടി എന്ന് പറയുന്നു. സ്വത്തുവകകൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു നാടകമാണെന്നും പറയപ്പെടുന്നുണ്ട്. ഈ 95 കൊണ്ടുപോയത് 95 കോടി കൊണ്ടുപോയത് ഇവരാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടത്, ഇതിന്റെ കഥ ആരംഭിക്കുന്നത് ചെറായിൽ നിന്നാണ്. ചെറായിലുള്ള 2 പേരാണ് ഈ സജിത്തും ബിനീഷും. അവിടെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നും എന്താ പറയുക സമാഹരിച്ച 10 രൂപ മുതലുള്ള നിക്ഷേപമാണ് അവസാനം ഹിമാലയായിട്ട് വളർന്നത്. വലിയ സാമ്രാജ്യമായിട്ട് തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം 3 ജില്ലയിലേക്കും ഇത് പടർന്ന് പന്തലിച്ചു. കൊല്ലം ജില്ലയുടെ ഒരു പരിധി വരെയും ഇതിന് കടന്നു കയറാൻ സാധിച്ചു.